നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ ഞങ്ങളുടെ കുടുംബക്ഷേത്രമായിട്ട് ശ്രീ വിശ്വമാതാ ഭഗവതി ക്ഷേത്രം കടങ്ങല്ലൂർ അവിടെ താമ്പൂല പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളായി, എനിക്ക് തോന്നുന്നു 3-4 വർഷങ്ങളായിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ താമ്പൂല പ്രശ്നമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇന്ന് താമ്പൂല പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് ഞങ്ങളുടെ അവിടെ അടുത്തുള്ളൊരു തിരുമേനിയാണെന്ന് തോന്നുന്നു കേട്ടോ, ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്പലത്തിൽ ദേവിയുടെ പ്രതിഷ്ഠയെ പറ്റിയും ഇനിയിപ്പോൾ ഉത്സവം വരെയാണ്. അപ്പോൾ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് താമ്പൂല പ്രശ്നമൊക്കെ വെച്ചത്. അപ്പോൾ അമ്പലത്തിൽ താമ്പൂല പ്രശ്നമൊക്കെ നന്നായിട്ട് നടന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. രാവിലെ ഫ്രീസ് ചെയ്യുന്നത് സംബന്ധിച്ചായിരുന്നു റേഡിയോ കേട്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ തുടങ്ങുക. നിങ്ങളിൽ ആരെങ്കിലും റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടോ ഗൈസ്? അപ്പോൾ ഇന്ന് ഒരു കറി, കോളിഫ്ലവർ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. വെള്ളം തിളപ്പിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ പ്രാണി ഇൻസെക്ട്സ് പുഴുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവയൊക്കെ കളയാനായിട്ട് ഇതൊക്കെ കട്ട് ചെയ്തും വെള്ളത്തിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. പുട്ട് ഇവിടെ വെന്തുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. പുട്ടും പയറുകറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ചെറുപയറും ഉണ്ട്, വൻപയറും ഉണ്ട്. അങ്ങനെ പയറുകറിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ട് സന്തോഷമായിട്ട് കഴിച്ചു. അതിനുശേഷം ചുറ്റുമോളുടെ പാവകളുടെ കളക്ഷനിലെ ഒരു വിഭാഗമാണ് കേട്ടോ ഇത്. ഇവരെ 3 പേരല്ല, ഒരെണ്ണോടെ ഉണ്ട്, ഒരു കുഞ്ഞൻ നടുക്കിരിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ കിട്ടിയിട്ട് നല്ല വെയിലൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ചെറുപയർ ഉണക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു മുറത്തിലാക്കി വെയിലത്തിട്ട് അത് ഉണങ്ങി. അപ്പം ഒച്ചൊന്നും വരില്ല, ഒച്ച വരാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണക്കി വയ്ക്കുന്നത്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഒരു യോഗ ക്ലാസ് തുടങ്ങാൻ പോകുന്നതിൻ്റെ ഉദ്ഘാടനം ഇതൊക്കെ കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കൗൺസിലറാണ്. അപ്പോൾ കൗൺസിലർ ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.